ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ മുകളിൽ അയ്യോ എനിക്കിത് ഫേസ് ചെയ്യാൻ പറ്റൂല, ഞാൻ പോലീസിൽ അങ്ങനെ എന്തെങ്കിലും പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ആണായാലും പെണ്ണായാലും എല്ലാ സപ്പോർട്ടും കൊടുത്ത് ഞങ്ങളുണ്ടാവും. ഞാൻ പറയും ചേട്ടടുത്ത് ഓരോ ന്യൂസ് കേൾക്കുന്ന സമയത്ത് അയ്യോ ഈശ്വര, നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തായിരിക്കുമല്ലോ ആ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും പേടിച്ചിട്ട് ജീവിതം മതിയാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരുണ്ടാവും. അല്ല, ഈ പ്രശ്നം വന്നപ്പോൾ ഈ കമന്റ് താങ്കൾ പിന്നീട് ഒരുപാട് സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടു, ഇതിനൊരു മറുപടി കൊടുത്ത്. അങ്ങനെ ഈ ഭർത്താവിന്റെ പോസ്റ്റുകൾക്ക് എപ്പോഴും മറുപടി നൽകാറുണ്ടോ, അതോ ആദ്യമായി നൽകിയൊരു മറുപടി? ആദ്യമായിട്ടാണ്. എന്നെ ഇതുവരെ എവിടെ ആരും കണ്ടിട്ടുണ്ടാവില്ല. എനിക്ക് ഫേമസ് ആവാൻ വലിയ താല്പര്യമില്ലേ, എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടും ഇല്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് ഫ്രണ്ട്സ് പറഞ്ഞു എടാ ജേട്ടൻ അങ്ങനെ തെറി പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഏതോ ഫെമിനിസ്റ്റ് അങ്ങോട്ട് ട്രിവാൻഡ്രത്തുള്ളത്. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ പേഴ്സണൽ മെസ്സേജ് അയച്ചത്, നിങ്ങൾക്ക് നമ്മൾ ഏതിൽ നിൽക്കുന്നതെന്ന് അറിയാതെ ഒരാളെ മനസ്സ് വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ്ലി മാന്യമായ ഭാഷയിൽ പ്രതികരിക്കും, ഇങ്ങനെ തെറി വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് അയച്ചു. തെറി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രാക്ക് വാങ്ങിയിട്ട് ക്യാൻസർ ഒന്നും വന്ന് ചാവേണ്ട. അത് നമ്മുടെ നാട്ടിൽ കൊളോക്കിലി പറയുന്നത്, പണ്ട് പറയുന്നത് പാണ്ടിലോറി കയറി ചാവുന്നു. അത് ഞാൻ അത് വരാൻ വേണ്ടിയിട്ടില്ല, അപ്പത്തെ എന്റെ ഫീലിങ്സിൽ ഞാൻ പറഞ്ഞത് ഒറ്റ ആളുടെ അടുത്ത് പറഞ്ഞതാ. അത് അവർ എന്റെ വോയിസ് എടുത്ത് റീപോസ്റ്റ് ചെയ്തു. പിന്നെ ഫുള്ള് അപ്പൊ ഞാൻ പെണ്ണല്ലേ, കേരളം മൊത്തം കേട്ടില്ല എന്റെ വോയിസ്. പക്ഷെ എനിക്ക് നന്നായി. മനോരമയിലൊക്കെ എന്റെ ഫോട്ടോ ഉൾപ്പെടെ വന്നപ്പോ ഞാൻ ചരമംഗോളത്തിലൊക്കെ വരുള്ളൂ എന്നാണ് വിചാരിച്ചത്. എനിക്ക് ഭയങ്കര കുറച്ച് ഫേമസ് ആക്കി തന്നത് കൊണ്ട് സന്തോഷം. കൂടുതൽ ആളുകളിലേക്ക് എത്തി. കൂടുതൽ ആളുകളിലേക്ക് എത്തി. അല്ല, അങ്ങനെയാണോ? അങ്ങനെ പെരുമാറുന്ന സ്ത്രീകളുണ്ടോ? ഈ ഇപ്പൊ നിങ്ങൾ പറയുന്നു ഒരുപാട് പേര് അങ്ങനെ. ഈ ഒരു കേസിലുപരി നിങ്ങൾക്ക് വേറൊരു കാര്യം പറയട്ടെ, ഇവർ ഈ പോസ്റ്റില് ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഭാരത സ്ത്രീകൾത്തിന് ഭാവശുദ്ധി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ കുറച്ച് സ്ത്രീകൾ ഈ ഇടുന്ന കമന്റിൽ അവര് തെറി വിളിക്കാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഞാൻ പറയുന്നില്ല, പറയാൻ പറ്റൂല. അങ്ങനെയുള്ള ആൾക്കാർ എന്താ അവരോട് പറയേണ്ടത്? അവർ മനഃപൂർവ്വം അതായത് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇയാളെ 4 തെറി വിളിച്ചേക്കാം, എനിക്കൊന്നും ബാധിക്കില്ല. എന്റെ വീട്ടിലിരുന്നിട്ട് കാരണം അയാൾക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അത് മറ്റുള്ള ആൾക്കാരുടെ അടുത്താണോ തീർക്കണ്ടേ? ദിലീപ് ഏട്ടനെ അല്ലെ സിദ്ദിഖ് ഏട്ടനെ അല്ലെ ജയേട്ടനെ, ഇവർക്കൊന്നും സമയമില്ല പ്രതികരിക്കാനൊന്നും. പക്ഷെ എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഫേക്ക് ഐ ഡി ആണെങ്കിൽ ഞാൻ സൈബർ സെല്ലിൽ ഇതിന്റെ പിന്നാലെ തന്നെ ഞാൻ പോകും. ഇപ്പൊ ഞാൻ പോയിട്ടുണ്ട് കുറെ അനാവശ്യമായിട്ട് നമ്മുടെ കേസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാർ അവരെ പിന്നെ ഞാൻ പോയിട്ടുണ്ട്. മെനക്കെടണം നമ്മൾ അതിന്റെ പിന്നെ. എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അനാവശ്യമായിട്ട് തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകും.